ഓക്കെ. അപ്പൊ ക്യോട്ടോ പ്രോട്ടോകോള് 1997 അഡോപ്റ്റ് ചെയ്തതാണ്. 2005 ഫോഴ്സിലേക്ക് വന്നത്. സോ ക്യോട്ടോ പ്രോട്ടോകോൾ എന്ന് പറയുന്നത് ഇന്റർനാഷണൽ എഗ്രിമെന്റ് ടു റെഡ്യൂസ് ദ ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻസ് ആൻഡ് മിറ്റിഗേറ്റ് ദ ക്ലൈമറ്റ് ചേഞ്ച്. ഗ്രീൻ ഹൗസ് ഗ്യാസ് റിഡക്ഷന് വേണ്ടിയിട്ടുള്ള ഫോക്കസ്ഡ് ആയിട്ടുള്ള പ്രോട്ടോകോൾ ആയിരുന്നു നമ്മുടെ ക്യോട്ടോ പ്രോട്ടോകോള്. 1997 അഡോപ്റ്റ് ചെയ്തത്. ഫോഴ്സിലേക്ക് വന്നത് 2005 ഓക്കെ. So it is an international treaty which extends in the 1992 UNFCCC. അപ്പൊ നമ്മൾ UNFCCCയുടെ കാര്യം പറഞ്ഞിരുന്നു അതിന്റെ അണ്ടറിൽ മെയിൻ ആയിട്ട് 2 ഇന്റർനാഷണൽ എഗ്രിമെന്റ്സ് വരുന്നുണ്ടെന്ന് അല്ലെ? ഓർമ്മയുണ്ടോ? UNFCCCയുടെ അണ്ടറിൽ വരുന്ന 2 എഗ്രിമെന്റ്സ് ഏതൊക്കെയായിരുന്നു? ഒന്ന് നമ്മുടെ ക്യോട്ടോയും പിന്നൊന്ന് പാരീസ് എഗ്രിമെന്റും അല്ലെ? യെസ്. അപ്പൊ ക്യോട്ടോയും പാരീസ് എഗ്രിമെന്റും ആണ് നമ്മുടെ UNFCCയുടെ അണ്ടറിൽ വരുന്ന മേജർ 2 എഗ്രിമെന്റ്സ്. അപ്പൊ ക്യോട്ടോ പ്രോട്ടോകോള് ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻസിന്റെ റിഡക്ഷന് വേണ്ടിയിട്ടായിരുന്നു. ഇനി ക്യോട്ടോ പ്രോട്ടോകോളിനെ കുറിച്ച് പറയുമ്പോൾ ഇതിന് മെയിൻ ആയിട്ട് 2 കമ്മിറ്റ്മെന്റ് പീരീഡ്സ് ഉണ്ട്. ഓക്കെ. ക്യോട്ടോ പ്രോട്ടോകോളിന് 2 കമ്മിറ്റ്മെന്റ് പീരീഡ് ഉണ്ട്. ഫസ്റ്റ് കമ്മിറ്റ്മെന്റ് പീരീഡ് എന്ന് പറയുമ്പോൾ 2008 മുതൽ 2012 വരെയായിരുന്നു ഫസ്റ്റ് കമ്മിറ്റ്മെന്റ് പീരീഡ്. സോ ഫസ്റ്റ് കമ്മിറ്റ്മെന്റ് പീരീഡിൽ ഡെവലപ്ഡ് കൺട്രീസ് അവരുടെ എമിഷൻസ് 1990s ലെവലിനേക്കാളും 5% കുറയ്ക്കാമെന്നായിരുന്നു അവരുടെ ഫസ്റ്റ് കമ്മിറ്റ്മെന്റ് പീരീഡിലെ ടാർഗറ്റ്. ഓക്കെ. ഡെവലപ്ഡ് കൺട്രീസ് അവരുടെ ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻസ് 1990s ലെവലിനേക്കാളും 5% കുറയ്ക്കാം എന്നുള്ളതായിരുന്നു ഫസ്റ്റ് കമ്മിറ്റ്മെന്റ് പീരീഡിന്റെ ടാർഗറ്റ്. അത് 2008 to 2012 ആയിരുന്നു നമ്മുടെ ഫസ്റ്റ് കമ്മിറ്റ്മെന്റ് പീരീഡ്. ഇനി സെക്കൻഡ് കമ്മിറ്റ്മെന്റ് പീരീഡ് വരുമ്പോൾ 2013 to 2020 ആണ് നമ്മുടെ സെക്കൻഡ് കമ്മിറ്റ്മെന്റ് പീരീഡ്. സെക്കൻഡ് കമ്മിറ്റ്മെന്റ് പീരീഡിലെ റിഡക്ഷൻ 18% ആയിരുന്നു. ഓക്കെ. ഫസ്റ്റ് കമ്മിറ്റ്മെന്റ് പീരീഡിൽ 5%ഉം സെക്കൻഡ് കമ്മിറ്റ്മെന്റ് പീരീഡിൽ 18%. അതൊന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കണം. ഓക്കെ. ഇനി നമ്മൾ പറഞ്ഞിരുന്നു കൺവെൻഷനേക്കാളും പ്രോട്ടോകോള് കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആണ്, സ്പെസിഫിക് ആണ്, അതിന്റെ ഇംപ്ലിമെന്റേഷൻ കുറച്ചുകൂടെ ബെറ്റർ രീതിയിലാണ്. അപ്പൊ നമ്മുടെ ക്യോട്ടോ പ്രോട്ടോകോളിന്റെ കുറച്ചും കൂടെ എഫക്റ്റീവ് ഇംപ്ലിമെന്റേഷന് വേണ്ടിയിട്ട് ക്യോട്ടോ പ്രോട്ടോകോള് കൺട്രീസിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതായത് അനക്സസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. മേജർലി പറയുകയാണെങ്കിൽ ഡെവലപ്ഡ് കൺട്രീസ്, നോൺ ഡെവലപ്ഡ് കൺട്രീസ്, അങ്ങനെ ഒരു തരത്തിലുള്ള ക്ലാസിഫിക്കേഷന് വേണ്ടിയിട്ടാണ് ഈ അനക്സസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. സോ ഈ അനക്സ് 1 കൺട്രീസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അനക്സ് 1 ഇൻക്ലൂഡ് ചെയ്യുന്നത് ഡെവലപ്ഡ് കൺട്രീസ് ദാറ്റ് ആർ ദ പാർട്ട് ഓഫ് OECD. OECD എന്ന് വെച്ചാൽ ഓർഗനൈസേഷൻ ഫോർ എക്കണോമിക് കോപ്പറേഷൻ ആൻഡ് ഡെവലപ്മെന്റ്. ഓർഗനൈസേഷൻ ഫോർ എക്കണോമിക് കോപ്പറേഷൻ ആൻഡ് ഡെവലപ്മെന്റ് ആണ് OECD കൺട്രീസ് എന്ന് പറയുന്നത്. സോ അനക്സ് 1 വരുന്നത് ഈ OECD കൺട്രീസും അതുപോലെ തന്നെ EIT പാർട്ടീസും. EIT എന്ന് പറയുമ്പോൾ ഇക്കണോമീസ് ഇൻ ട്രാൻസിഷൻ. ഓക്കെ. EIT എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇക്കണോമീസ് ഇൻ ട്രാൻസിഷൻ. ഈ 2 കൺട്രീസും ആണ് അനക്സ് 1 ഇൻക്ലൂഡ് ചെയ്യുന്നത്. സോ ഇവർക്ക് ഉള്ള പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൺട്രീസിന് ബൈൻഡിങ് എമിഷൻ ടാർഗറ്റ്സ് ഉണ്ടായിരുന്നു. അതായത് ഇവരുടെ എമിഷൻ ടാർഗറ്റ് ഒരു ലോ എൻഫോഴ്സ് ചെയ്യുന്നുണ്ടായിരുന്നു. അവർക്ക് ആ കറക്റ്റ് ടൈമിൽ അവരുടെ എമിഷൻ കുറച്ചോളണം എന്നുള്ളൊരു ബൈൻഡിങ് എഗ്രിമെന്റ് ആയിരുന്നു അനക്സ് 1 കൺട്രീസിന് ഉണ്ടായിരുന്നത്. സോ അനക്സ് 1 കൺട്രീസിൽ വരുന്നത് ഡെവലപ്ഡ് കൺട്രീസ് ആണ്, ദാറ്റ് വാസ് ദ പാർട്ട് ഓഫ് OECD ആൻഡ് EIT, ഇക്കണോമീസ് ഇൻ ട്രാൻസിഷൻ. ഇനി അനക്സ് 2 കൺട്രീസ്. അനക്സ് 2 കൺട്രീസ് എന്ന് പറയുമ്പോൾ കൺസിസ്റ്റസ് ഓഫ് OECD മെമ്പേഴ്സ് ഫ്രം അനക്സ് 1. ഓക്കെ. അനക്സ് 1 OECD മെമ്പേഴ്സ് ആണ് അനക്സ് 2 വരുന്നത്. EIT പാർട്ടീസ് ഇല്ല, ഓൺലി OECD മെമ്പേഴ്സ് ഫ്രം അനക്സ് 1. സോ ഇവരുടെ പ്രത്യേകത എന്തായിരുന്നു, അല്ലെങ്കിൽ ഇവരുടെ ഒരു പ്രയോറിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡെവലപ്പിംഗ് കൺട്രീസിനെ സപ്പോർട്ട് ചെയ്യുക. എങ്ങനെ സപ്പോർട്ട് ചെയ്യും? ബൈ ഫിനാൻഷ്യൽ എയ്ഡ്സ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ റിസോഴ്സസ് കൊടുത്തുകൊണ്ട് ഡെവലപ്പിംഗ് കൺട്രീസിനെ സപ്പോർട്ട് ചെയ്യുക. എന്തിനു വേണ്ടിയിട്ട്? ഈ എമിഷൻ റെഡ്യൂസിങ്ങിന് വേണ്ടിയിട്ട് ഡെവലപ്പിംഗ് കൺട്രീസിനെ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ അവരുടെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് റിസർച്ചും കാര്യങ്ങളൊക്കെ നടത്താൻ വേണ്ടിയിട്ടുള്ള ഫിനാൻഷ്യൽ എയ്ഡ്സും ടെക്നോളജി ട്രാൻസ്ഫറും ഇതെല്ലാം
എയ്ഡ് ചെയ്യുക എന്നുള്ളതായിരുന്നു അനെക്സ് 2 കൺട്രീസിന്റെ പ്രയോറിറ്റീസ്. ഓക്കെ, സോ അനെക്സ് 2 കൺട്രീസ് വരുന്നത് മെമ്പേഴ്സ് ഫ്രം അനെക്സ് 1 ദാറ്റ് ആർ പാർട്ട് ഓഫ് OECD മെമ്പേഴ്സ്. ഓക്കെ, അനെക്സ് 1 OECD EITയുമാണ്, അനെക്സ് 2 വരുന്നത് OECD മെമ്പേഴ്സ് മാത്രമാണ്. ഇനി നെക്സ്റ്റ് വൺ ആണ് നോൺ അനെക്സ് 1 കൺട്രീസ്. നോൺ അനെക്സ് 1 കൺട്രീസ് എന്ന് പറയുമ്പോൾ നമ്മളൊക്കെ പെടും. ഇന്ത്യയൊക്കെ നോൺ അനെക്സ് 1 കൺട്രിയാണ്, അതായത് ഡെവലപ്പിംഗ് കൺട്രീസ് ആണ് നോൺ അനെക്സ് 1 കാറ്റഗറിയിൽ വരിക. അവർക്ക് പ്രത്യേകിച്ച് എന്താണ് ബൈൻഡിങ് എമിഷൻ ടാർജറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇനി അനെക്സ് എ കാറ്റഗറി വരുന്നത് ക്യോട്ടോ പ്രോട്ടോകോളിന്റെ അണ്ടറിൽ ഏതെല്ലാം ഗ്രീൻ ഹൗസ് ഗ്യാസസ് ആണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് അനെക്സ് എയിൽ വരുന്നത്. അനെക്സ് എ ലിസ്റ്റ് ആണത്. ഏതൊക്കെയാണ് ലിസ്റ്റിൽ വരുന്നത്? കാർബൺ ഡൈ ഓക്സൈഡ്, മീതെയിൻ, നൈട്രസ് ഓക്സൈഡ്, ഹൈഡ്രോ ഫ്ലൂറോ കാർബൺസ്, പെർഫ്ലൂറോ കാർബൺസ്, അതുപോലെ തന്നെ സൾഫർ ഹെക്സാ ഫ്ലൂറൈഡ്. ഓക്കെ, അനെക്സ് എ എന്ന് പറയുന്നത് ഏതെല്ലാം ഗ്രീൻ ഹൗസ് ഗ്യാസസ് ആണ് ക്യോട്ടോ പ്രോട്ടോകോളിന്റെ അണ്ടറിൽ മെൻഷൻ ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ലിസ്റ്റ്, ബൈ ദ ലിസ്റ്റ് ഏതെല്ലാം ഗ്യാസസ് ആണ് എന്നുള്ളതാണ് പറയുന്നത്. കാർബൺ ഡൈ ഓക്സൈഡ്, മീതെയിൻ, നൈട്രസ് ഓക്സൈഡ്, ഹൈഡ്രോഫ്ലൂറോകാർബൺസ്, പെർഫ്ലൂറോകാർബൺസ് ആൻഡ് ഓൾസോ സൾഫർ ഹെക്സാഫ്ലൂറൈഡ്. ഓക്കെ, ഇതാണ് നമ്മുടെ ക്യോട്ടോ പ്രോട്ടോകോളിന്റെ ഒരു ഓവറോൾ ബേസ് പറയുമ്പോൾ. ക്ലിയർ ആണോ? അനെക്സ് 1 കൺട്രീസ്, അനെക്സ് 2 കൺട്രീസ്, നോൺ അനെക്സ് കൺട്രീസ് ആൻഡ് അനെക്സ് എ. ക്ലിയർ അല്ലേ? ഓക്കെ, ക്വിക്ക് ആയിട്ട് ഒന്നുകൂടെ പറഞ്ഞുതരാം. സോ നമ്മുടെ ക്യോട്ടോ പ്രോട്ടോകോളിൽ നമ്മൾ പറഞ്ഞു 2 കമ്മിറ്റ്മെന്റ് പീരീഡ്സ് ഉണ്ട്. 2008 to 2012 എന്താണ് ഡെവലപ്ഡ് കൺട്രീസ് 5% അവരുടെ റിഡക്ഷൻ കുറയ്ക്കാം എന്നുള്ളതായിരുന്നു ഫസ്റ്റ് കമ്മിറ്റ്മെന്റ് പീരീഡിൽ പറഞ്ഞത് 1990s ലെവലിനേക്കാളും. അതുപോലെ തന്നെ സെക്കൻഡ് കമ്മിറ്റ്മെന്റ് പീരീഡ് 2013 to 2020 ആയിരുന്നു. അതിൽ 18% അവരുടെ റിഡക്ഷൻ കുറയ്ക്കാം എന്നുള്ളതായിരുന്നു കമ്മിറ്റ്മെന്റ്. ഇനി ക്യോട്ടോ പ്രോട്ടോകോളിന്റെ കൺട്രീസ് വരുന്നത് ഫസ്റ്റ് വൺ അനെക്സ് 1 കൺട്രീസ് ആണ്. അനെക്സ് 1 കൺട്രീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ OECD മെമ്പേഴ്സ് ആയിട്ടുള്ള ഡെവലപ്ഡ് കൺട്രീസ് ആണ്. OECD മെമ്പേഴ്സ് ആയിട്ടുള്ള ഡെവലപ്ഡ് കൺട്രീസ് എന്ന് പറയുമ്പോൾ അറൌണ്ട് ഒരു 38 മെമ്പേഴ്സോളം ഒക്കെ ഉണ്ട് കേട്ടോ. അവരാണ് ഈ അനെക്സ് 1 വരുന്നത്. അവർക്ക് ഉണ്ടാവുന്ന ഒരു സ്പെഷ്യാലിറ്റി അല്ലെങ്കിൽ അവരുടെ ഒരു ടാർഗറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ബൈൻഡിങ് എമിഷൻ റിഡക്ഷൻ ടാർഗറ്റ്സ് ഉണ്ട്. ദാറ്റ് മീൻസ് ദേ ആർ ലീഗലി എൻഫോഴ്സ്ഡ് ആണ്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ എക്കണോമീസ് ഇൻ ട്രാൻസിഷൻ EIT പാർട്ടീസും അനെക്സ് 1 പാർട്ടാണ്. ഇനി അനെക്സ് 2 എന്ന് പറയുമ്പോൾ OECD മെമ്പേഴ്സ് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഡെവലപ്ഡ് കൺട്രീസിൽ നിന്നുള്ള OECD മെമ്പേഴ്സ് മാത്രമാണ് അനെക്സ് 2 ഭാഗമാവുന്നത്. സോ അവരുടെ എയിം അല്ലെങ്കിൽ അവരുടെ ഗോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെവലപ്പിംഗ് കൺട്രീസിന് വേണ്ടിയിട്ട് ഫിനാൻഷ്യൽ റിസോഴ്സസ് കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതായിരുന്നു അവരുടെ എയിം. നോൺ അനെക്സ് 1 എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെപ്പോലുള്ള ഡെവലപ്പിംഗ് ആയിട്ടുള്ള കൺട്രീസ് ആണ് നോൺ അനെക്സ് 1 കൺട്രീസ്. ഇനി അനെക്സ് എ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ ക്യോട്ടോ പ്രോട്ടോകോളിന്റെ അണ്ടറിൽ ഏതെല്ലാം ഗ്രീൻ ഹൗസ് ഗ്യാസസ് ആണ് ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത് എന്നുള്ളതാണ് അനെക്സ് എയിൽ പറയുന്നത്. മേജർ ആയിട്ട് 6 ഗ്രീൻ ഹൗസ് ഗ്യാസസ് ഉണ്ട്. കാർബൺ ഡൈ ഓക്സൈഡ്, മീതെയിൻ, നൈട്രസ് ഓക്സൈഡ്, ഹൈഡ്രോഫ്ലൂറോ കാർബൺസ്, പെർഫ്ലൂറോകാർബൺസ്, സൾഫർ ഹെക്സാഫ്ലൂറൈഡ്. ഓക്കെ, പിന്നെ അനെക്സ് ബിയും കൂടി ഉണ്ട് കേട്ടോ. അത് ഈ നമ്മുടെ നേരത്തെ പറഞ്ഞ എന്താണ് നമ്മൾ 2 കമ്മിറ്റ്മെന്റ് പീരീഡ്സ് ഉണ്ട് എന്ന് പറഞ്ഞു. സോ ഈ കമ്മിറ്റ്മെന്റ് പീരീഡ്സിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഡെവലപ്ഡ് കൺട്രീസ് ആണ്. സോ ആ ഡെവലപ്ഡ് കൺട്രീസിനെയാണ് അനെക്സ് ബി കാറ്റഗറിയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ക്ലിയർ അല്ലേ? യെസ്, ക്യോട്ടോ പ്രോട്ടോകോൾ UNFCCയുടെ അണ്ടറിലായിരുന്നു. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ക്യോട്ടോ മെക്കാനിസംസ് ഏതൊക്കെയാണെന്നാണ് നോക്കുന്നത്. അതായത് നമ്മുടെ ക്യോട്ടോ പ്രോട്ടോകോളിന്റെ എഫക്റ്റീവ് ഇംപ്ലിമെന്റേഷന് വേണ്ടിയിട്ട് എന്താണ് ക്യോട്ടോ ഫ്ലെക്സിബിലിറ്റി മെക്കാനിസം എന്ന് പറയും. ക്യോട്ടോ ഫ്ലെക്സിബിലിറ്റി മെക്കാനിസം. ഫ്ലെക്സിബിലിറ്റി മെക്കാനിസംസ് ആണ് ഈ 3 ഫസ്റ്റ് വൺ ഈസ് ഇന്റർനാഷണൽ എമിഷൻ ട്രേഡിംഗ്, ക്ലീൻ ഡെവലപ്മെന്റ് മെക്കാനിസം ആൻഡ് ജോയിന്റ് ഇംപ്ലിമെന്റേഷൻ. അതായത് ഗ്രീൻ ഹൗസ് ഗ്യാസിന്റെ എമിഷൻ റിഡക്ഷന് വേണ്ടിയിട്ട്
ക്യോട്ടോ കൊണ്ടുവന്നിട്ട് അല്ലെങ്കിൽ ക്യോട്ടോ പ്രോട്ടോകോളിന്റെ അണ്ടറിൽ കൊണ്ടുവന്നിട്ടുള്ള ക്യോട്ടോ ഫ്ലെക്സിബിലിറ്റി മെക്കാനിസംസ് ആണ് ഈ പറയുന്ന 3 ദാറ്റ് ഈസ് എമിഷൻ ട്രേഡിംഗ്, ക്ലീൻ ഡെവലപ്മെന്റ് മെക്കാനിസം ആൻഡ് ജോയിന്റ് ഇംപ്ലിമെന്റേഷൻ. സോ ഫസ്റ്റ് വൺ ഈസ് ഇന്റർനാഷണൽ എമിഷൻ ട്രേഡിംഗ്. സോ ഇന്റർനാഷണൽ എമിഷൻ ട്രേഡിംഗ് എന്ന് പറയുമ്പോൾ ഓർക്കുക, ഇറ്റ്സ് ട്രേഡിംഗ് ആണ് നടക്കുന്നത്. എന്തിന്റെ ട്രേഡിംഗ്? റിഡക്ഷൻ ക്രെഡിറ്റ്സിന്റെ ട്രേഡിംഗ് ആണ്. റിഡക്ഷൻ ക്രെഡിറ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയാ, നമ്മളിപ്പോ ഓരോ കൺട്രീസിനും മീറ്റ് ചെയ്യേണ്ടതായിട്ടുള്ള ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻ ടാർഗറ്റ് കൊടുത്തിട്ടുണ്ടാവും. അതായത് ഇപ്പൊ ഡെവലപ്ഡ് കൺട്രീസിനും നമ്മൾ പറഞ്ഞല്ലോ ഡെവലപ്ഡ് കൺട്രീസിന് ഇത്ര ശതമാനം കുറയ്ക്കണം എന്നുള്ളത്. സോ അവർക്ക് ഓരോ കൺട്രീസിനും ഇത്ര ടാർഗറ്റ് കൊടുത്തിട്ടുണ്ടാവും. സോ ആ കൺട്രീസിന് വിത്തിൻ ടൈം അവര് എന്താണ് എക്സസ് ആയിട്ട് ആ എമിഷൻ കുറയ്ക്കുകയാണെങ്കിൽ അവരുടെ കയ്യിൽ എന്താണ് എക്സസ് ആയിട്ട് ക്രെഡിറ്റ്സ് വരും. ക്രെഡിറ്റ്സ് ആണ് നമ്മൾ ഈ AAU എന്നുള്ള യൂണിറ്റില് എന്താണ് മെഷർ ചെയ്യുന്നത്. AAU എന്ന് വെച്ച് കഴിഞ്ഞാൽ അസൈൻഡ് എമൗണ്ട് യൂണിറ്റ്. അസൈൻഡ് എമൗണ്ട് യൂണിറ്റ് ആണ് AAU. ഓക്കെ, സോ ഈ കൺട്രീസിന് എക്സസ് ആയിട്ട് അവരുടെ കയ്യിൽ റിഡക്ഷൻ ക്രെഡിറ്റ്സ് വരികയാണെങ്കിൽ അവർക്കത് മറ്റ് കൺട്രീസിന് സെല്ല് ചെയ്യാം. ഓക്കെ, സെല്ല് ചെയ്യുമ്പോൾ അവർക്ക് കിട്ടുന്ന സാധനമാണ് ഈ റിഡക്ഷൻ ക്രെഡിറ്റ് എന്ന് പറയുന്ന സാധനം. അതായത് അതുപോലെ തന്നെ ഇനിയിപ്പോ കൺട്രീസിന് ഇപ്പൊ അവരുടെ ടാർഗറ്റ് വെച്ചിട്ടുള്ള എമിഷൻ റിഡക്ഷൻ ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ അവർക്ക് വേണമെങ്കിൽ മറ്റ് കൺട്രീസിൽ നിന്ന് ബൈ ചെയ്യാം. ഓക്കെ, അപ്പൊ ബൈ ചെയ്യാനും സെല്ല് ചെയ്യാനും വേണ്ടിയിട്ടുള്ള ഒരു എന്താണ് ഇന്റർനാഷണൽ മെക്കാനിസം ആണ് ഈ എമിഷൻ ട്രേഡിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, സോ എമിഷൻ ട്രേഡിംഗ് എന്ന് പറയുമ്പോൾ മെയിൻ ആയിട്ട് ഓർക്കുക എന്താണ് ട്രേഡിംഗ് ആണ്. എന്തിന്റെ ട്രേഡിംഗ്? റിഡക്ഷൻ ക്രെഡിറ്റ്സിന്റെ ട്രേഡിംഗ്. ഓക്കെ, റിഡക്ഷൻ ക്രെഡിറ്റ്സിനെ നമ്മൾ എന്താണ് മെൻഷൻ ചെയ്യുന്നത് AAU യൂണിറ്റ്സിലാണ്, അസൈൻഡ് എമൗണ്ട് യൂണിറ്റ്സ്. അത്രയും ഓർക്കുക. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? എന്താ അവസ്ഥ? ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് ക്ലീൻ ഡെവലപ്മെന്റ് മെക്കാനിസം. ക്ലീൻ ഡെവലപ്മെന്റ് മെക്കാനിസം എന്ന് പറയുമ്പോൾ നമ്മുടെ ഡെവലപ്ഡ് കൺട്രീസ്, അതായത് അനെക്സ് 1 ഡെവലപ്ഡ് കൺട്രീസ് നോൺ അനെക്സ് 1 ഡെവലപ്പിംഗ് കൺട്രീസിൽ പോയിട്ട് എന്താണ് ഈ എമിഷൻ റിഡക്ഷൻ പ്രോജക്ട്സ് ഇൻവെസ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ അവിടെ പോയി ഇംപ്ലിമെന്റ് ചെയ്യും. ഓക്കെ, ഡെവലപ്ഡ് കൺട്രീസ് ഡെവലപ്പിംഗ് കൺട്രീസിൽ പോയിട്ട് എമിഷൻ റിഡക്ഷൻ പ്രോജക്റ്റ് ഇംപ്ലിമെന്റ് ചെയ്യുന്നതാണ് ക്ലീൻ ഡെവലപ്മെന്റ് മെക്കാനിസം എന്ന് പറയുന്നത്. സോ അങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്ത് കഴിയുമ്പോൾ അവർക്ക് കിട്ടുന്ന സർട്ടിഫിക്കറ്റ് ആണ് ഈ സർട്ടിഫൈഡ് എമിഷൻ റിഡക്ഷൻ, CER. ഓക്കെ, സർട്ടിഫൈഡ് എമിഷൻ റിഡക്ഷൻ. നമ്മുടെ ഡെവലപ്പിംഗ് കൺട്രി ആയ നമ്മുടെ ഇന്ത്യയിലൊക്കെ ഏറ്റവും കൂടുതൽ ക്യോട്ടോ പ്രോട്ടോകോളിന് എന്താണ് ക്യോട്ടോ പ്രോട്ടോകോൾ മെക്കാനിസത്തിൽ ഏറ്റവും എന്താണ് അധികം നടന്നു വരുന്ന ഒരു സംഗതി ഈ ക്ലീൻ ഡെവലപ്മെന്റ് മെക്കാനിസം ആണ്. അതായത് ഡെവലപ്ഡ് കൺട്രീസ് നമ്മുടെ രാജ്യത്ത് വന്ന് എമിഷൻ റിഡക്ഷന് വേണ്ടിയിട്ടുള്ള നമുക്ക് ഫിനാൻഷ്യൽ എയ്ഡ് തരും, അവർ പ്രോജക്റ്റ് ഇംപ്ലിമെന്റ് ചെയ്യും. ഇൻ റിട്ടേൺ അവർക്ക് കിട്ടുന്നതാണ്, അതായത് ഡെവലപ്ഡ് കൺട്രീസിന് കിട്ടുന്നതാണ് ഈ സർട്ടിഫൈഡ് എമിഷൻ റിഡക്ഷൻ എന്ന് പറയുന്ന ഒരു സർട്ടിഫിക്കറ്റ്. ഓക്കെ, ക്ലിയർ ആണോ? ക്ലീൻ ഡെവലപ്മെന്റ് മെക്കാനിസം. ഇന്റർനാഷണൽ എമിഷൻ ട്രേഡിംഗിൽ റിഡക്ഷൻ ക്രെഡിറ്റ് ഓർക്കുക, ക്ലീൻ ഡെവലപ്മെന്റ് മെക്കാനിസത്തിൽ സർട്ടിഫൈഡ് എമിഷൻ റിഡക്ഷൻ ഓർക്കുക. ഓക്കെ, ക്ലീൻ ഡെവലപ്മെന്റ് മെക്കാനിസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുമില്ല, അതായത് ഡെവലപ്ഡ് കൺട്രീസ് നമ്മൾ നേരത്തെ പറഞ്ഞു അനെക്സ് 1 കൺട്രീന്ന്, അനെക്സ് 1 കൺട്രീസിൽ വരുന്നതാണ് ഈ പറയുന്ന OECD EIT കൺട്രീസ്. ഓക്കെ, OECD EIT എന്ന് വെച്ചാൽ എക്കണോമിക്സ് ഇൻ ട്രാൻസിഷൻ. അത് ഒരു എന്താണ് എക്കണോമിക് ഗ്രോത്തിനെയും കാര്യങ്ങളെയൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതിൽ ഒരു ഇംപ്രൂവ്മെന്റും നെഗോഷിയേഷൻസും എല്ലാം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ആയിട്ടുള്ള ഒരു ബോഡിയാണ് EIT എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ EIT കൺട്രീസും OECD കൺട്രീസുമാണ് നമ്മുടെ അനെക്സ് 1 വരുന്നത്. അനെക്സ് 1 വരുന്ന ഈ ഡെവലപ്ഡ് കൺട്രീസ് നമ്മുടെ നോൺ അനെക്സ് 1 ആയിട്ട് വരുന്ന നോൺ ഡെവലപ്പിംഗ് കൺട്രീസ്. നോൺ അനെക്സ് 1 എന്ന് പറയുമ്പോൾ നമ്മുടെ നോൺ ഡെവലപ്പിംഗ് കൺട്രീസ് അല്ല, ഡെവലപ്പിംഗ് കൺട്രീസ്.
സോറി ട്ടോ മാറിപ്പോയി. ഡെവലപ്പിംഗ് കൺട്രീസിൽ വന്നിട്ട് പ്രോജക്റ്റ് ഇംപ്ലിമെന്റ് ചെയ്യും. ഓക്കെ, ഇതാണ് നമ്മുടെ നോൺ അനെക്സ് 1. ഡെവലപ്പിംഗ് കൺട്രീസ് ആണ് നോൺ അനെക്സ് 1. അവരെ നോൺ അനെക്സ് 1 എന്ന് പറയാൻ കാരണം അവർക്ക് പ്രത്യേകിച്ച് എന്താണ് ബൈൻഡിങ് ടാർജറ്റുകൾ ഇല്ല. ലീഗലി ബൈൻഡിങ് ടാർജറ്റ് ഡെവലപ്പിംഗ് കൺട്രീസിന് കൊടുത്തിട്ടില്ല. ബിക്കോസ് വൈ? എന്തുകൊണ്ടായിരിക്കും? ബിക്കോസ് നമ്മൾ ഡെവലപ്പിംഗ് സ്റ്റേറ്റിലാണ്. നമുക്ക് ഇത്ര അധികം എന്താണ് എമിഷൻസ് കുറയ്ക്കണം എന്ന് പറയുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് അത് ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് പറ്റില്ല. അതിനുള്ള ടെക്നോളജീസോ ഫിനാൻഷ്യലോ കാര്യങ്ങളോ ഒന്നും നമ്മുടെ കയ്യിലില്ല. നമ്മൾ സ്റ്റിൽ ഡെവലപ്പിംഗ് സ്റ്റേറ്റിലാണ്. നമുക്കൊരു ഡെവലപ്ഡ് സ്റ്റേറ്റിലേക്ക് എത്താൻ വേണ്ടിയിട്ട് എന്താണ് നമുക്ക് ഇതൊക്കെ യൂസ് ചെയ്തേ പറ്റുള്ളൂ. നമുക്ക് ഓഫ് കോഴ്സ് ഓൾട്ടർനേറ്റീവ്സ് കണ്ടുപിടിക്കാം, എന്നിരുന്നാൽ പോലും. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ ഓൾട്ടർനേറ്റീവ് ആണ് നമ്മുടെ ഈ റിന്യൂവബിൾ എനർജി റിസോഴ്സസിലേക്ക് നമ്മൾ മാറുന്നത്, നമ്മുടെ സോളാർ എനർജി യൂട്ടിലൈസേഷൻ കാര്യങ്ങളെല്ലാം. എങ്കിൽ കൂടെ ഒരു പരിധി വരെ നമുക്ക് അതിന് പൂർണ്ണമായിട്ട് സാധിക്കില്ല. സോ അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഈ ഡെവലപ്ഡ് കൺട്രീസ്, ഓൾറെഡി ടാർജറ്റ് അച്ചീവ്ഡ് ആയിട്ടുള്ള കൺട്രീസ് നമ്മളെ ഹെൽപ്പ് ചെയ്യും, ഡെവലപ്പിംഗ് കൺട്രീസിനെ ഹെൽപ്പ് ചെയ്യും. അതായത് നമുക്ക് വേണ്ടിയിട്ട് ഈ എമിഷൻ റിഡ്യൂസിങ് ആയിട്ടുള്ള പ്രോജക്റ്റ് അവർ നമ്മുടെ കൺട്രിയിൽ വന്നിട്ട് ഇംപ്ലിമെന്റ് ചെയ്യും. അതിനുവേണ്ടി പൈസ അവർ ഇൻവെസ്റ്റ് ചെയ്യും, ഫിനാൻഷ്യൽ എയ്ഡ്സ് തരും, റിസർച്ചിന് വേണ്ടിയിട്ട് ടെക്നോളജി ട്രാൻസ്ഫർ, അങ്ങനെ ഉള്ള കാര്യങ്ങളെല്ലാം നമുക്ക് അവർ തരും. സോ നമുക്കത് അവർ തരുമ്പോൾ നമ്മൾ ഇൻ റിട്ടേൺ അവർക്ക് കൊടുക്കുന്ന സാധനമാണ് ഈ സർട്ടിഫൈഡ് എമിഷൻ റിഡക്ഷൻ എന്ന് പറയുന്ന ഒരു സർട്ടിഫിക്കറ്റ്. സോ ഈ സർട്ടിഫൈഡ് എമിഷൻ റിഡക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ഈ ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻ റെഡ്യൂസ് ചെയ്തു എന്നുള്ളതിൽ അവർക്ക് കിട്ടുന്ന, അതായത് ഡെവലപ്ഡ് കൺട്രീസിന് കിട്ടുന്ന ഒരു ബെനിഫിറ്റ് ആണ്. ഓക്കെ, മനസ്സിലായോ? കൺഫ്യൂഷൻ ആയോ? എന്താ അവസ്ഥ? മനസ്സിലായോ? ക്ലിയർ അല്ലേ? ഒന്നുകൂടെ പറയണോ? ഓക്കെ, അപ്പൊ CER എന്ന് വെച്ച് കഴിഞ്ഞാൽ സർട്ടിഫൈഡ് എമിഷൻ റിഡക്ഷൻ. അപ്പൊ നിങ്ങൾ ഇത്ര ഓർത്താൽ മതി. ക്ലീൻ ഡെവലപ്മെന്റ് മെക്കാനിസത്തിൽ CER, അതുപോലെ തന്നെ എന്താണ്, ജസ്റ്റ് ഇങ്ങനെ ഓർത്താൽ മതി. ക്ലീൻ ഡെവലപ്മെന്റ് മെക്കാനിസത്തിൽ CAR കിട്ടും. അതുപോലെ നമ്മുടെ ഇന്റർനാഷണൽ ട്രേഡിംഗിൽ റിഡക്ഷൻ ക്രെഡിറ്റ് കിട്ടും, AAU, അസൈൻഡ് എമൗണ്ട് യൂണിറ്റ്. നെക്സ്റ്റ് വൺ ഈസ് ജോയിന്റ് ഇംപ്ലിമെന്റേഷൻ. ഓക്കെ, ജോയിന്റ് ഇംപ്ലിമെന്റേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ ക്ലീൻ ഡെവലപ്മെന്റ് മെക്കാനിസം പറഞ്ഞു, ഡെവലപ്ഡ് കൺട്രീസ് ഡെവലപ്പിംഗ് കൺട്രീസിൽ വന്നിട്ടാണ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. ജോയിന്റ് ഇംപ്ലിമെന്റേഷൻ എന്ന് പറയുമ്പോൾ രണ്ടും ഡെവലപ്ഡ് കൺട്രീസ് ആയിരിക്കും. അതായത് ഒരു ഡെവലപ്ഡ് കൺട്രി വേറൊരു ഡെവലപ്ഡ് കൺട്രി പോയിട്ട് ഒരു എമിഷൻ റെഡ്യൂസിങ് ആയിട്ടുള്ള പ്രോജക്റ്റിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് ജോയിന്റ് ഇംപ്ലിമെന്റേഷൻ എന്ന് പറയുന്നത്. സോ അപ്പോൾ ഇൻ റിട്ടേൺ അവർക്ക് കിട്ടുന്നതാണ് എമിഷൻ റിഡക്ഷൻ യൂണിറ്റ്. ഇറ്റ് ഈസ് സിമിലർ ടു നമ്മുടെ CER, സർട്ടിഫൈഡ് എമിഷൻ റിഡക്ഷൻ. ക്ലീൻ ഡെവലപ്മെന്റ് മെക്കാനിസത്തിൽ നമ്മൾ കൊടുത്ത എന്താണ് CER പോലെ തന്നെയാണ് ജോയിന്റ് ഇംപ്ലിമെന്റേഷനിൽ ഇവർക്ക് കിട്ടുന്ന ERU, എമിഷൻ റിഡക്ഷൻ യൂണിറ്റ്. സോ ജോയിന്റ് ഇംപ്ലിമെന്റേഷൻ എന്ന് പറയുമ്പോൾ ഒരു ഡെവലപ്ഡ് കൺട്രി മറ്റൊരു ഡെവലപ്ഡ് കൺട്രിയിൽ തന്നെ വന്നിട്ട് പ്രോജക്റ്റ് ഇംപ്ലിമെന്റ് ചെയ്യുന്നതാണ് ജോയിന്റ് ഇംപ്ലിമെന്റേഷൻ. ഓക്കെ, ക്ലീൻ ഡെവലപ്മെന്റ് മെക്കാനിസം എന്ന് പറയുമ്പോൾ ഡെവലപ്ഡ് കൺട്രി ഡെവലപ്പിംഗ് കൺട്രിയിൽ വന്നിട്ട് എന്താണ് ഇംപ്ലിമെന്റ് ചെയ്യുന്നതാണ് ക്ലീൻ ഡെവലപ്മെന്റ് മെക്കാനിസം എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഓക്കെ, സോ ഇതിൽ മൂന്നിലും നിങ്ങൾ ഓർത്തിരിക്കേണ്ട ടേംസ് ഈ പറയുന്ന നമ്മുടെ ജോയിന്റ് ഇംപ്ലിമെന്റേഷനിലെ എമിഷൻ റിഡക്ഷൻ യൂണിറ്റ്, ക്ലീൻ ഡെവലപ്മെന്റ് മെക്കാനിസത്തില് സർട്ടിഫൈഡ് എമിഷൻ റിഡക്ഷൻ, പിന്നെ ഇന്റർനാഷണൽ എമിഷൻ ട്രേഡിംഗില് റിഡക്ഷൻ ക്രെഡിറ്റ്. ഈ മൂന്ന് കാര്യങ്ങൾ എന്തായാലും ഓർത്തിരിക്കണം. സോ പാരീസ് എഗ്രിമെന്റിലേക്ക് പോട്ടെ. ഓക്കെ, പാരീസ് എഗ്രിമെന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു UNFCCയുടെ അണ്ടറിൽ വരുന്ന ഒരു എഗ്രിമെന്റ് ആണ് നമ്മുടെ പാരീസ് എഗ്രിമെന്റ്.
പാരീസ് അഗ്രിമെന്റിന്റെ മേജർ എയിം അല്ലെങ്കിൽ ഗോൾ എന്ന് പറയുന്നത് ഗ്ലോബൽ ആവറേജ് ടെമ്പറേച്ചർ 2 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ, അതായത് അതിന് മുകളിലേക്ക് പോവാതെ സൂക്ഷിക്കുക, അതുപോലെ തന്നെ 1.5 ഡിഗ്രി സെൽഷ്യസിന് താഴെ വെക്കുക എന്നുള്ളതായിരുന്നു. ഗ്ലോബൽ ആവറേജ് ടെമ്പറേച്ചർ 1.5 ഡിഗ്രി സെൽഷ്യസിന് താഴെ വെക്കുക എന്നുള്ളതായിരുന്നു എന്താണ് നമ്മുടെ പാരീസ് അഗ്രിമെന്റിന്റെ മേജർ ഗോൾ എന്ന് പറയുന്നത്. സോ ഇതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് ന്യൂയോർക്കിലാണ്. അതുപോലെ തന്നെ ഇത് ഫോഴ്സിലേക്ക് വരുന്നത് എന്നായിരുന്നു? പാരീസ് അഗ്രിമെന്റ് അറിയോ? ഫോഴ്സിലേക്ക് വരുന്നത് യെസ് 2015 ഇത് അഡോപ്റ്റ് ചെയ്യുന്നത്. ഫോഴ്സിലേക്ക് വരുന്നത് 2016. ഓക്കെ, 2015 അഡോപ്റ്റ് ചെയ്തിട്ടുള്ളത് പാരീസ് അഗ്രിമെന്റ്. സോ പാരീസ് അഗ്രിമെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്ലോബൽ ആവറേജ് ടെമ്പറേച്ചർ 1.5 ലിമിറ്റിന് താഴെ റെഡ്യൂസ് ചെയ്ത് വെക്കുക എന്നുള്ളതായിരുന്നു അവരുടെ മേജർ എയിം എന്ന് പറയുന്നത്. ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് ന്യൂയോർക്കിലാണ്. ഇനി നെക്സ്റ്റ് ഒരു ടേം ആണ് ഇന്റൻഡഡ് നാഷണലി ഡിറ്റർമൈൻഡ് കോൺട്രിബ്യൂഷൻ. ഇപ്പൊ നമ്മൾ പറഞ്ഞു ഓരോ കൺട്രീസിനും എമിഷൻ, അതായത് ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻ ആയിക്കോട്ടെ, അതുപോലെ തന്നെ ക്ലൈമറ്റ് ചേഞ്ചിലേക്കുള്ള ക്ലൈമറ്റ് ആക്ഷൻ പ്ലാൻസ് ഉണ്ട്. സോ അത് ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഓരോ കൺട്രീസിനും ഓരോ ടാർഗറ്റ്സ് ഉണ്ട്. സോ നമ്മുടെ ഇന്ത്യയുടെ എന്തെല്ലാം ഇന്റൻഡഡ് ആയിട്ടുള്ള കോൺട്രിബ്യൂഷൻ ആണ് എന്നുള്ളതാണ് നമ്മൾ ഇനി നോക്കുന്നത്. ഇന്ത്യയുടെ ഭാഗത്തു നിന്നുള്ള കോൺട്രിബ്യൂഷൻ ഇത് ആക്ച്വലി 2015 നമ്മുടെ പാരീസ് അഗ്രിമെന്റിന് മുന്നോടിയായിട്ട് എല്ലാ രാജ്യങ്ങളും എന്താണ് ഒരു ക്ലൈമറ്റ് ആക്ഷൻ പ്ലാൻ ഇവർക്ക് സബ്മിറ്റ് ചെയ്യും, UNFCCCക്ക് സബ്മിറ്റ് ചെയ്യും. ഓക്കെ, സോ അതിന്റെ ഭാഗമായിട്ടുള്ള സംഗതിയാണ് ഈ ഇന്റൻഡഡ് നാഷണലി ഡിറ്റർമൈൻഡ് കോൺട്രിബ്യൂഷൻ. പിന്നീട് 2022 അത് റിവൈസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. 2022 റിവൈസ് ചെയ്തിട്ടുണ്ട്. സോ ഇന്ത്യയുടെ ഭാഗത്തു നിന്നുള്ള കുറച്ച് കാര്യങ്ങളായിരുന്നു എന്തെല്ലാം? ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻ 33 to 35% കുറയ്ക്കും. ഓൺ ദ ലെവൽസ് ഓഫ് 2005 വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ 33 to 35% കുറയ്ക്കും. ആൻഡ് ഇറ്റ് വിൽ ബി അച്ചീവ് ബൈ 2030. പിന്നെ അതുപോലെ തന്നെ 175 GW പവർ പ്രൊഡക്ഷൻ, പിന്നെ ഫോറസ്റ്റ് കവർ 5 million ഹെക്ടേഴ്സ് ആയിട്ട് കൂട്ടും. പിന്നെ അതുപോലെ തന്നെ എന്താണ് റിന്യൂവബിൾ എനർജി റിസോഴ്സസ് ലൈക്ക് സോളാർ, വിൻഡ്, ഹൈഡ്രോമാസ്, അതിൽ നിന്നുള്ള 40% ഓഫ് ടോട്ടൽ ഇലക്ട്രിസിറ്റി ജനറേഷൻ. ഓക്കെ, ഇതെല്ലാമായിരുന്നു ഇന്ത്യയുടെ കോൺട്രിബ്യൂഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ദീസ് ആർ ക്ലൈമറ്റ് ആക്ഷൻ പ്ലാൻസ്. Climate action plans. ഇനി നെക്സ്റ്റ് വൺ UNCCD, യുണൈറ്റഡ് നേഷൻസ് കൺവെൻഷൻ ടു കോമ്പാക്ട് ഡെസർട്ടിഫിക്കേഷൻ. അത് പറയട്ടെ, ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇന്റൻഡഡ് നാഷണലി ഡിറ്റർമൈൻഡ് കോൺട്രിബ്യൂഷൻ INDC. S 2022 റിവൈസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഒന്നുകൂടെ പറയാം. അതായത് ഇന്റൻഡഡ് നാഷണലി ഡിറ്റർമൈൻഡ് കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഒരു സെറ്റ് ഓഫ് ക്ലൈമറ്റ് ആക്ഷൻ പ്ലാൻ ആണ്. അതായത് ഓരോ കൺട്രീസും ക്ലൈമറ്റ് ചേഞ്ച് മിറ്റിഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെല്ലാം രീതിയിൽ അവർ ആക്ഷൻസ് എടുക്കും എന്നുള്ളത് ഓരോ കൺട്രീസിനും ഡിസൈഡ് ചെയ്യാം. സോ അവരുടെ ഓരോ കൺട്രീസിന്റെയും റിപ്പോർട്ടാണ് ഇന്റൻഡഡ് നാഷണലി ഡിറ്റർമൈൻഡ് കോൺട്രിബ്യൂഷനിൽ വരിക. സോ നമ്മൾ ഇവിടെ നോക്കുന്നത് ഇന്ത്യയുടെ കോൺട്രിബ്യൂഷൻ എങ്ങനെയൊക്കെയാണ് എന്നുള്ളതാണ്. സോ ഇന്ത്യ പറഞ്ഞിരിക്കുന്നത് ബൈ 2030 ആകുമ്പോഴേക്കും അവരുടെ ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻസ് 33 to 35% കുറയ്ക്കും. അതുപോലെ തന്നെ പവർ പ്രൊഡക്ഷൻ 2025 ആകുമ്പോഴത്തേക്കും 175 GW കൂട്ടും. പിന്നെ ഫോറസ്റ്റ് കവർ 5 million ഹെക്ടേഴ്സിലേക്ക് ഇൻക്രീസ് ചെയ്യും. അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റി ജനറേഷൻ 40% നമ്മുടെ റിന്യൂവബിൾ എനർജി റിസോഴ്സസ് ലൈക്ക് നമ്മുടെ സോളാർ, വിൻഡ്, ഹൈഡ്രോ, ബയോമാസ് തുടങ്ങിയ എനർജി റിസോഴ്സസിൽ നിന്നും നമ്മുടെ മാക്സിമം പ്രൊഡക്ഷൻ നമ്മൾ കൊണ്ടുവരും എന്നുള്ളതായിരുന്നു നമ്മുടെ ഒരു മേജർ ആയിട്ടുള്ള ആക്ഷൻ പ്ലാൻസ്. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ,
So next നമ്മുടെ യുണൈറ്റഡ് നേഷൻസ് കൺവെൻഷൻ ടു കോമ്പാക്ട് ഡെസർട്ടിഫിക്കേഷൻ. സോ ഫ്രം ദ നെയിം ഇറ്റ് സെൽഫ് എന്താണ് ഡെസർട്ടിഫിക്കേഷനെ അല്ലെങ്കിൽ ലാൻഡ് ഡിഗ്രഡേഷനെ ഡ്രൗട്ടിനെ ഒക്കെ കോമ്പാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരു ഇന്റർനാഷണൽ കൺവെൻഷൻ ആണ് ഈ UNCCCD. സോ അത് അഡോപ്റ്റ് ചെയ്തത് 1994 പാരീസിൽ. ഫോഴ്സിലേക്ക് വന്നത് 1996 സോ അതിന്റെ ഫോക്കസ് എന്ന് പറയുന്നത് പ്രിവെന്റ് ലാൻഡ് ഡിഗ്രഡേഷൻ, റിസ്റ്റോർ ഡിഗ്രേഡഡ് ലാൻഡ്, മാനേജ് ദ ഡ്രൗട്ട് ഇഫക്റ്റീവ്ലി. ഓക്കെ, ഡെസർട്ടിഫിക്കേഷൻ കോമ്പാക്ട് ചെയ്യാനായിട്ടുള്ള ഒരു ഇന്റർനാഷണൽ എഗ്രിമെന്റ് ആണ് UNCCD. 1994 അഡോപ്റ്റ് ചെയ്തു, 1996 ഫോഴ്സിലേക്ക് വന്നു. മേജർ ഫോക്കസ് prevent land degradation, restore degraded land, and manage the drought effectively. Okay. Clear അല്ലേ? Clear അല്ലേ? ഓക്കെ, അപ്പൊ നമ്മൾ റിയോ കൺവെൻഷന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ റിയോ സബ്മിറ്റിന്റെ ഭാഗമായിട്ട് 3 റിയോ കൺവെൻഷൻസ് ഉണ്ട് എന്ന് പറഞ്ഞു. ആ 3 റിയോ കൺവെൻഷൻസ് ആണ് നമ്മളിപ്പോ ഇവിടെ ഡിസ്കസ് ചെയ്തത് മൊത്തം. ഏതൊക്കെയായിരുന്നു? ഫസ്റ്റ് വൺ ഏതാ നമ്മൾ ഡിസ്കസ് ചെയ്തേ? CBD, പിന്നെ UNFCCC, തേർഡ് വൺ UNCCD. ഈ UNFCCയുടെ അണ്ടറിലാണ് നമ്മുടെ ക്യോട്ടോയും പാരീസും വരുന്നത്. ഓക്കെ, CBDയുടെ അണ്ടറിൽ വരുന്ന ഏതായിരുന്നു? നഗോയ കാർട്ടാഗീന അല്ലേ? അപ്പൊ ക്ലിയർ അല്ലേ? ഓക്കെ, സെറ്റ്. അപ്പൊ നമുക്ക് അടുത്തതിലേക്ക് പോവാം. നെക്സ്റ്റ് വൺ ഈസ് ഇന്റർനാഷണൽ സോളാർ അലയൻസ്. ഇന്റർനാഷണൽ സോളാർ അലയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സോളാർ എനർജി ഗ്ലോബലി പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഫോം ചെയ്തിട്ടുള്ള ഒരു ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ആണ് ഇന്റർനാഷണൽ സോളാർ അലയൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഓക്കെ, സോളാർ എനർജി ഗ്ലോബലി പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ആണ് ഇന്റർനാഷണൽ സോളാർ അലയൻസ്. സോ ഇത് സ്റ്റാർട്ട് ചെയ്തത്, ഇതിന്റെ കോ ഫൗണ്ടേഴ്സ് എന്ന് പറയുന്നത് ഇന്ത്യയും ഫ്രാൻസും ആണ്. ഓക്കെ, ഇന്ത്യയും ഫ്രാൻസും ആണ് ഇതിന്റെ കോ ഫൗണ്ടേഴ്സ് എന്ന് പറയുന്നത്. സോ ഇതിന്റെ സെക്രട്ടേറിയറ്റ് വരുന്നത് എവിടെയാണ്? ഹരിയാനയിലാണ്. ഗുരുഗ്രാം ഹരിയാനയിലാണ് ഈ ISAയുടെ സെക്രട്ടേറിയറ്റ് വരുന്നത്. ഓക്കെ, ക്ലിയർ ആവുന്നുണ്ടോ? ലാണ് അത് ഫോഴ്സിലേക്ക് വന്നത് കേട്ടോ. ഇന്റർനാഷണൽ സോളാർ അലയൻസ് ഇത് നിങ്ങൾ എന്തായാലും കേട്ടിട്ടുണ്ടാവുമല്ലോ. നമ്മുടെ സോളാർ എനർജി ഏറ്റവും കൂടുതൽ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്നത് ആരൊക്കെയാണ്? ഏത് കൺട്രീസ് ആണ്? ട്രോപ്പിക്കൽ കൺട്രീസ് അല്ലേ? ട്രോപ്പിക്കൽ കൺട്രീസ് ആണ് മാക്സിമം സോളാർ എനർജീനെ ഹാർനസ് ചെയ്യുന്നത്. സോ എന്താണ് ഈ നമ്മുടെ ഇന്ത്യയും ഫ്രാൻസും കൂടെ തുടങ്ങിയിട്ടുള്ള ഒരു ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ആണ് നമ്മുടെ ഈ ഇന്റർനാഷണൽ സോളാർ അലയൻസ് എന്ന് പറയുന്നത്. സോ ഇതിന്റെ മേജർ ഒബ്ജക്റ്റീവ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊക്കെയാ വരിക? സോളാർ എനർജി പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യുക, അതുപോലെ തന്നെ മാക്സിമം അഫോർഡബിൾ ആക്കുക, എല്ലാ ആൾക്കാർക്കും ആക്സസബിൾ ആക്കുക, പിന്നെ എനർജി സെക്യൂരിറ്റീനെ പ്രൊമോട്ട് ചെയ്യുക, പിന്നെ അതുപോലെ തന്നെ റെഡ്യൂസ് ദ എനർജി പോവേർട്ടി, പിന്നെ കോമ്പാക്ട് ദ climate change by reducing the greenhouse gas emission. Okay, solar energy production increase ചെയ്യുക, affordable and accessible ആക്കുക,
എനർജി സെക്യൂരിറ്റി പ്രൊമോട്ട് ചെയ്യുക, അതുപോലെ തന്നെ ക്ലൈമറ്റ് ചേഞ്ചിനെ കോമ്പാക്ട് ചെയ്യുക. അതാണ് ISAയുടെ മേജർ ആയിട്ട് വരുന്ന ഒബ്ജക്റ്റീവ്സ്. ഇനി ഇന്ത്യയുടെ കമ്മിറ്റ്മെന്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്റർനാഷണൽ സോളാർ അലയൻസിന് വേണ്ടിയിട്ട് ഇന്ത്യ 5 ഏക്കറോളം ലാൻഡ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോളാർ എനർജി ക്യാമ്പസിലേക്ക് വേണ്ടിയിട്ട് ഇന്ത്യ വിട്ടുകൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഓൾസോ സപ്പോർട്ടിംഗ് ബൈ $1 trillion ഇൻ ഇൻവെസ്റ്റ്മെന്റ്. പിന്നെ അതുപോലെ തന്നെ എന്താണ് ട്രെയിനിങ്, ഇതിനു വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് സപ്പോർട്ടും കാര്യങ്ങളും എല്ലാം ഇന്ത്യ കൊടുക്കുന്നുണ്ട്. ഓക്കെ, അതാണ് മേജർ ആയിട്ട് പറയുന്ന ഇന്ത്യയുടെ കമ്മിറ്റ്മെന്റ്സ്. ഓക്കെ, ക്ലിയർ അല്ലേ ഇന്റർനാഷണൽ സോളാർ അലയൻസ്? ഓക്കെ, ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം. ഇന്റർനാഷണൽ സോളാർ അലയൻസ് COP21 കേട്ടോ അഡോപ്റ്റ് ചെയ്തത്. COP21 അഡോപ്റ്റ് ചെയ്തത്. ഓക്കെ, ആ 2015 ആണ്. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് റംസാർ കൺവെൻഷൻ ഓൺ വെറ്റ്ലാൻഡ്. റംസാർ കൺവെൻഷൻ ഓൺ വെറ്റ്ലാൻഡ്. വെറ്റ്ലാൻഡ്സ് എന്താണെന്നറിയോ? വെറ്റ്ലാൻഡ്സ് മാംഗ്രൂവ്സ് ഒരു വെറ്റ്ലാൻഡ് ആണ്. പിന്നെയോ മാർഷി ഏരിയാസ് വെറ്റ്ലാൻഡ് ആണ്. ചതുപ്പ് നിലങ്ങള്, അതൊക്കെയാണ് വെറ്റ്ലാൻഡ്സ് എന്ന് പറയുന്നത്. സോ ഇൻ ബേസിക് നമ്മൾ പറയുമ്പോൾ എന്താണ്, വെള്ളത്താൽ എന്താണ് വെള്ളം കവർ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ലാൻഡ് കവേർഡ് ബൈ വാട്ടർ ആണ് നമ്മുടെ വെറ്റ്ലാൻഡ്സ് എന്ന് പറയുന്നത്. ലാൻഡ് കവേർഡ് ബൈ വാട്ടറിനെയാണ് നമ്മൾ ബേസിക്കലി വെറ്റ്ലാൻഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇനി റംസാർ കൺവെൻഷൻ ഓൺ വെറ്റ്ലാൻഡ്സ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് ആൻ ഇന്റർനാഷണൽ ട്രീറ്റി ഫോർ കൺസർവിംഗ് ആൻഡ് സസ്റ്റൈനബിളി യൂസിങ് അവർ വെറ്റ്ലാൻഡ്സ്. So it was signed in 1971 in Ramsar, Iran and came into force in 1975. ഇനി എല്ലാ വർഷവും February 2 വേൾഡ് വെറ്റ്ലാൻഡ് ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഇതിന്റെ മേജർ ആയിട്ട് 3 പില്ലേഴ്സ് വരുന്നുണ്ട്. ഫസ്റ്റ് വൺ ഈസ് വൈസ് യൂസ് ഓഫ് വെറ്റ്ലാൻഡ്സ്, പിന്നെ അതുപോലെ തന്നെ ഡെസിഗ്നേഷൻ ഓഫ് വെറ്റ്ലാൻഡ്സ് ഫോർ ദ ഇന്റർനാഷണൽ ഇമ്പോർട്ടൻസ്, പിന്നെ ഇന്റർനാഷണൽ കോപ്പറേഷൻ ഓൺ ട്രാൻസ്ബൗണ്ടറി വെറ്റ്ലാൻഡ്സ് ആൻഡ് ഷെയർഡ് വെറ്റ്ലാൻഡ് സിസ്റ്റം. ബേസിക്കലി വെറ്റ്ലാൻഡിന്റെ കൺസർവേഷനും സസ്റ്റൈനബിൾ യൂസിനും വേണ്ടിയിട്ടാണ് റംസാർ കൺവെൻഷൻ വന്നത്. 1971 സൈൻ ചെയ്തു, 1975 ഫോഴ്സിലേക്ക് വന്നു. ഓക്കെ, നെക്സ്റ്റ് ഇസ് സൈറ്റ്സ്. സൈറ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കൺവെൻഷൻ ഓൺ ഇന്റർനാഷണൽ ട്രേഡിംഗ് ഇൻ എൻഡേഞ്ചേർഡ് സ്പീഷീസ് ഓഫ് വൈൽഡ് ഫോണ ആൻഡ് ഫ്ലോറ. ഇത് അതുപോലെ തന്നെ നമ്മുടെ വൈൽഡ് ആനിമൽസിന്റെയും വൈൽഡ് പ്ലാന്റ്സിന്റെ ഒക്കെ ഇന്റർനാഷണൽ ട്രേഡിനെ കറക്റ്റ് ആയിട്ട് ഗവേൺ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരുടെ ട്രേഡിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരു കൺവെൻഷൻ അല്ലെങ്കിൽ ഒരു ഇന്റർനാഷണൽ എഗ്രിമെന്റ് ആണ് സൈറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, കൺവെൻഷൻ ഓൺ ഇന്റർനാഷണൽ ട്രേഡ് ഇൻ എൻഡേഞ്ചേർഡ് സ്പീഷീസ് ഓഫ് വൈൽഡ് ഫ്ലോറ ആൻഡ് ഫോണ. സോ സൈറ്റ് സൈൻ ചെയ്തത് 1973 ഫോഴ്സിൽ വന്നത് 1975 മേജർ എയിംസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിന്റെ ഗോൾ ഏതൊക്കെയായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രിവെന്റ് ഓവർ എക്സ്പ്ലോയിറ്റേഷൻ ആൻഡ് ഇല്ലീഗൽ ട്രേഡ് ഓഫ് വൈൽഡ് സ്പീഷീസ്, പിന്നെ പ്രൊമോട്ട് ദ സസ്റ്റൈനബിൾ യൂസ് ഓഫ് വൈൽഡ് റിസോഴ്സസ് ആൻഡ് ഓൾസോ ഫോർ എൻകറേജിങ് ദ കൺസർവേഷൻ എഫേർട്സ്. ഓക്കെ, വൈൽഡ് ഫ്ലോറ ആൻഡ് ഫോണയുടെ കൺസർവേഷന് വേണ്ടിയിട്ടാണ് സൈറ്റ്സ് 1975 ഫോഴ്സിലേക്ക് വന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി സൈറ്റ്സ് അക്കോർഡിംഗ് ടു ഈ സൈറ്റ്സ് വെച്ചിട്ട് നമ്മൾ 3 അപ്പൻഡിസസ് ആയിട്ട് സൈറ്റ്സിന്റെ ഈ എഗ്രിമെന്റിന് കാറ്റഗറൈസ് ചെയ്യുന്നുണ്ട്. അതായത് അതിന്റെ പ്രൊട്ടക്ഷൻ എത്രത്തോളം വേണം, ഓരോ സ്പീഷീസിനും എത്രത്തോളം പ്രൊട്ടക്ഷൻ ആവശ്യമാണ്, പ്രൊട്ടക്ഷന്റെ ബേസിസിലാണ് ഇതിനെ കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്. സോ അപ്പൻഡിക്സ് 1 വരുന്നത്
എക്സ്റ്റിൻഷൻ നേരിടുന്ന സ്പീഷീസ് ആണ്. അതായത് ഏറ്റവും കൂടുതൽ പ്രൊട്ടക്ഷൻ ആവശ്യമായിട്ടുള്ള സ്പീഷീസ് ആണ് അപ്പൻഡിക്സ് 1 വരുന്നത്. അപ്പൻഡിക്സ് 2 വരുന്നത് ത്രെറ്റൻഡ് ആണ്, പക്ഷെ അവരുടെ ട്രേഡ് കൺട്രോൾ ചെയ്തില്ലെങ്കിൽ നിയർലി അവരെന്താണ് എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട്. ഓക്കെ, ട്രേഡ് കൺട്രോൾ ചെയ്തില്ലെങ്കിൽ നിയർലി എക്സ്റ്റെൻഡ് ആവാൻ സാധ്യതയുള്ളവരാണ് അപ്പൻഡിക്സ് 2 വരിക. ഇനി അപ്പൻഡിക്സ് 3 വരെ ഡൊമസ്റ്റിക് ലെജിസ്ലേഷൻ അനുസരിച്ച്, അതായത് ഒരു കൺട്രിയുടെ ഡൊമസ്റ്റിക് ലെജിസ്ലേഷൻ അനുസരിച്ച് പ്രൊട്ടക്ട് ചെയ്യപ്പെട്ടിട്ടുള്ള സ്പീഷീസ് ആണ് അപ്പൻഡിക്സ് 3 വരിക. ഓക്കെ, അപ്പൻഡിക്സ് 1 എക്സ്റ്റിൻഷൻ നേരിടുന്ന സ്പീഷീസ് ആണ് വരിക. അപ്പൻഡിക്സ് 2 ത്രെറ്റൻഡ് സ്പീഷീസ് ആണ് വരിക. അതായത് ബൈ ഫ്യൂച്ചർ അവരുടെ ട്രേഡ് നമ്മൾ കൺട്രോൾ ചെയ്തില്ലെങ്കിൽ ബൈ നിയർ ഫ്യൂച്ചർ അവര് എക്സ്റ്റെൻഡ് ആയി പോവാനുള്ള സാധ്യതയുണ്ട്. ആൻഡ് അപ്പൻഡിക്സ് 3 പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള സ്പീഷീസ് ആണ് വരിക. ഓക്കെ, ദാറ്റ് ഇസ് ഓൾ അബൌട്ട് സൈറ്റ്സ്, കൺവെൻഷൻ ഓൺ ഇന്റർനാഷണൽ ട്രേഡിംഗ് endangered species of wild flora and fauna. Clear അല്ലേ? Clear അല്ലേ? Okay, next one is Intergovernmental Panel for Climate Change. Intergovernmental Panel for Climate Change എസ്റ്റാബ്ലിഷ് ചെയ്തത് WMO, വേൾഡ് മെറ്റീരിയോളജിക്കൽ ഓർഗനൈസേഷനും അതുപോലെ തന്നെ UNEP ആണ്. 1988 ഈ ബോഡി ഫോം ചെയ്യുന്നത്. സോ ഈ ബോഡിയുടെ മേജർ എയിം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ സ്വന്തമായിട്ട് റിസർച്ചോ കാര്യങ്ങളോ ഒന്നും ചെയ്യില്ല, പക്ഷെ ക്ലൈമറ്റ് ചേഞ്ചിന്റെ ആക്ടിവിറ്റീസിനെ മോണിറ്റർ ചെയ്യും. അതുപോലെ തന്നെ അവരുടെ റിപ്പോർട്ട്സും കാര്യങ്ങളും എല്ലാം പബ്ലിഷ് ചെയ്യുകയും ആണ് ഈ IPCC ബോഡി ചെയ്യുന്നത്. സോ മേജർ ആയിട്ട് പബ്ലിഷിംഗ് വർക്ക് അവരുടെ റീസെന്റ് ആയിട്ടുള്ള സയന്റിഫിക് ടെക്നിക്കൽ കാര്യങ്ങളൊക്കെ അസസ് ചെയ്യുക, റിവ്യൂ ചെയ്യുക, പബ്ലിഷ് ചെയ്യുക എന്നുള്ളതാണ് IPCCയുടെ ഗോൾ അല്ലെങ്കിൽ അവരുടെ ഫോക്കസ് എന്ന് പറയുന്നത്. ഇനി അതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് ജനീവ, സ്വിറ്റ്സർലാൻഡിലാണ്. നെക്സ്റ്റ് ഇസ് ദ സ്റ്റോക്ക്ഹോം കൺവെൻഷൻ ഓൺ പെർസിസ്റ്റന്റ് ഓർഗാനിക് പൊല്യൂട്ടന്റ്. പെർസിസ്റ്റന്റ് ഓർഗാനിക് പൊല്യൂട്ടൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വൺസ് നമ്മൾ എൻവയോൺമെന്റിലേക്ക് ഒരു പൊല്യൂട്ടന്റിനെ അല്ലെങ്കിൽ ഒരു സബ്സ്റ്റൻസസിനെ വൺസ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ സബ്സ്റ്റൻസ് ആ എൻവയോൺമെന്റില് ഒത്തിരി കാലം, അതായത് ഒരു ലോങ് ടേം അവിടെ നിലനിൽക്കും. ഡീഗ്രേഡ് ചെയ്ത് പോവാതെ അത് ഒരു ലോങ് ടേം പെർസിസ്റ്റ് ചെയ്ത് നിന്ന് പോകുന്ന സബ്സ്റ്റൻസസ് ആണ് ലേറ്റർലി നമ്മൾ പെർസിസ്റ്റന്റ് ഓർഗാനിക് പൊല്യൂട്ടൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ലൈക്ക് നമ്മുടെ ഡയോക്സിൻസ് അതുപോലെയുള്ള സംഗതികളൊക്കെ പെർസിസ്റ്റന്റ് ഓർഗാനിക് പൊല്യൂട്ടൻസ് ആണ്. ഓക്കെ, വൺസ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ലാസ്റ്റ് ഫോർ എ ലോങ് ടൈം. ഓക്കെ, അതിനു വേണ്ടിയിട്ട് അതിന്റെ പ്രൊട്ടക്ഷൻ, അതായത് ഹ്യൂമൻ ഹെൽത്തിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടും ഇതുപോലെയുള്ള POPs, പെർസിസ്റ്റന്റ് ഓർഗാനിക് പൊല്യൂട്ടൻസിനെ റെഡ്യൂസ് ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ള കൺവെൻഷൻ ആണ് ഈ സ്റ്റോക്ക്ഹോം കൺവെൻഷൻ, വിച്ച് വാസ് അഡോപ്റ്റഡ് ഇൻ 2001 ആൻഡ് entered into force in 2004. Okay, its major aim to eliminate or reduce the release of persistent organic pollutants into the environment. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഓക്കെ, നെക്സ്റ്റ് ഈസ് അബൌട്ട് ദ ബേസൽ കൺവെൻഷൻ. ബേസൽ കൺവെൻഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹസാർഡസ് വേസ്റ്റിന്റെ ഡിസ്പോസലും അതുപോലെ അതിന്റെ ട്രാൻസ് ബൗണ്ടറി മൂവ്മെന്റിനെ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരു ഇന്റർനാഷണൽ ട്രീറ്റി ആണ് ബേസൽ കൺവെൻഷൻ. ഹസാർഡസ് വേസ്റ്റിന്റെ ഡിസ്പോസൽ ആൻഡ് ദെയർ ട്രാൻസ് ബൗണ്ടറി മൂവ്മെന്റ് റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ബേസൽ കൺവെൻഷൻ എന്ന് പറയുന്നത്. ഇറ്റ് വാസ് അഡോപ്റ്റഡ് ഇൻ 1989 ആൻഡ് entered into force in 1992. സോ അതിന്റെ മേജർ ഒബ്ജക്റ്റീവ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ റെഡ്യൂസ് ദ ജനറേഷൻ ഓഫ് ഹസാർഡസ് വേസ്റ്റ്, also promote the environmentally sound management of hazardous waste, and also to restrict the transboundary movement of hazardous waste. Okay, hazardous waste ന്റെ transboundary movement നെ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ള ഇന്റർനാഷണൽ ട്രീറ്റി ആണ് ബേസൽ കൺവെൻഷൻ.
1989 അഡോപ്റ്റ് ചെയ്തു, 1992 ഫോഴ്സിലേക്ക് വന്നു. And the last one is National Action Plan on Climate Change, NAPCC. So, NAPCC 2008 ലോഞ്ച് ചെയ്തത് ക്ലൈമറ്റ് ചേഞ്ചിനെ അഡ്രസ് ചെയ്യുക എന്നുള്ളതായിരുന്നു മേജർ എയിം. സോ ക്ലൈമറ്റ് ചേഞ്ചിനെ അഡ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് മേജർ ആയിട്ട് 8 നാഷണൽ മിഷൻസ് കൊണ്ടുവന്നിട്ടുണ്ട്. സോ ഈ 8 നാഷണൽ മിഷൻസ് ആണ് ഈ പറയുന്ന നാഷണൽ സോളാർ മിഷൻ, National Mission on Sustainable Habitat, National Mission for Sustaining the Himalayan Ecosystem, National Mission for Enhanced Energy Efficiency, National Water Mission, National Mission on Strategic Knowledge for Climate Change, National Mission for Green India, and National Mission for Sustainable Agriculture. ഈ 8 മിഷനും എന്തായാലും ഓർത്തിരിക്കണം. ഓക്കെ, മാച്ച് ദ ഫോളോയിങ്ങിലൊക്കെ ചോദിച്ചു കണ്ടിട്ടുണ്ട് നാഷണൽ ആക്ഷൻ പ്ലാനിന്റെ ക്ലൈമറ്റ് ചേഞ്ച് മിഷൻസ് ഏതൊക്കെയാണ് എന്നുള്ളത്. ഓക്കെ, 2008 ലോഞ്ച് ചെയ്തത് 8 മേജർ ആയിട്ടുള്ള മിഷൻസ് ഉണ്ട് ഫോർ അഡ്രസ്സിംഗ് ദ ക്ലൈമറ്റ് ചേഞ്ച്. സോ ഇന്നെടുത്ത കാര്യങ്ങൾക്ക് ക്ലിയർ ആണോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇന്നെന്താ ആർക്കും ഒരു ഉഷാറില്ലാത്ത? വളരെ കുറച്ച് റിപ്ലൈസ് ആണല്ലോ കിട്ടുന്നുള്ളൂ. ഓക്കെ, ഞാൻ ഒന്നും കൂടെ എന്തായാലും നമുക്കൊന്ന് സ്പീഡ് റിവിഷൻ നടത്താം. അത് കഴിഞ്ഞൊരു 3 ക്വസ്റ്റ്യൻ ഉള്ളൂ. 3 ക്വസ്റ്റ്യനും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഗ്ലോബൽ എൻവയോൺമെന്റ് എഫേർട്ട് ഇവിടെ തീരുകയാണ്. സോ ഓൾമോസ്റ്റ് നമ്മുടെ PDE പോർഷൻ ഞാൻ എടുത്തത് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ സിലബസ് വെച്ചിട്ട് ഏഫിറിസം റൂമിൽ നമ്മൾ എടുത്തത് എല്ലാം തന്നെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് റിവൈസ് ചെയ്യാം. അതുപോലെ തന്നെ PYQസും കാര്യങ്ങളൊക്കെ ചെയ്യുക എന്നുള്ളതാണ് ഇനി നമ്മുടെ നെക്സ്റ്റ് ടാസ്ക്. ഞാനിത് മാച്ചുതരാൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇനി സ്ക്രീൻഷോട്ട് എടുക്കേണ്ടവരുണ്ടെങ്കിൽ എടുത്തോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അലമ്പാക്കിയിട്ട് എടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ചാണേ. സോ നമ്മൾ ഇന്ന് തുടങ്ങിയത് എവിടെ നിന്നായിരുന്നു? ക്യോട്ടോ പ്രോട്ടോകോള് അല്ലേ? സോ ക്യോട്ടോ പ്രോട്ടോകോൾ എന്ന് പറയുമ്പോൾ എന്താണ് നിങ്ങളുടെ മനസ്സിൽ ആദ്യം വരുന്നത്? ക്യോട്ടോ പ്രോട്ടോകോൾ ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻ കുറയ്ക്കുക എന്നുള്ള ലക്ഷ്യവുമായി മുന്നോട്ട് വന്ന നമ്മുടെ പ്രോട്ടോകോൾ ആണ് ക്യോട്ടോ പ്രോട്ടോകോൾ അല്ലേ? സോ അഡോപ്റ്റ് ചെയ്തത് 1997 ഫോഴ്സിലേക്ക് വന്നത് 2005 ഇനി ക്യോട്ടോ പ്രോട്ടോകോള് 2 കമ്മിറ്റ്മെന്റ് പീരീഡ്സിലായിട്ടാണ് എക്സിക്യൂട്ട് ചെയ്തത്. ഫസ്റ്റ് കമ്മിറ്റ്മെന്റ് പീരീഡ് എന്ന് പറയുന്നത് 2008 to 2012 ആയിരുന്നു. അതിൽ ഡെവലപ്ഡ് കൺട്രീസ് അവരുടെ എമിഷൻസ് 1990s ലെവലിനേക്കാളും 5% കുറയ്ക്കും എന്നുള്ളതായിരുന്നു അവരുടെ കമ്മിറ്റ്മെന്റ്. സെക്കൻഡ് കമ്മിറ്റ്മെന്റ് പീരീഡിൽ വന്നപ്പോൾ 18% അവർ കുറയ്ക്കും എന്നുള്ളതായിരുന്നു സെക്കൻഡ് കമ്മിറ്റ്മെന്റ് പീരീഡായ 2013 to 20 അവരുടെ ടാർഗറ്റ്. ഇനി ക്യോട്ടോ പ്രോട്ടോകോളില് മേജർ ആയിട്ട് കൺട്രീസിനെ 3 അനക്സസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ ഈസ് അനക്സ് 1 കൺട്രി. അനക്സ് 1 കൺട്രീസില് എന്താണ്? ഡെവലപ്ഡ് കൺട്രീസ് ദാറ്റ് വർ ദ പാർട്ട് ഓഫ് OECD, ഓർഗനൈസേഷൻ ഫോർ എക്കണോമിക് കോപ്പറേഷൻ ആൻഡ് ഡെവലപ്മെന്റ്. അതുപോലെ തന്നെ EIT കൺട്രീസുമാണ് അനക്സ് 1 വരുന്നത്. ഓക്കെ, ഡെവലപ്ഡ് കൺട്രീസ് ദാറ്റ് വർ ദ പാർട്ട് ഓഫ് OECD മെമ്പേഴ്സ് ആൻഡ് EIT പാർട്ടീസ് ആണ് അനക്സ് 1 വരിക. ഇനി അനക്സ് 2 വരുന്നത് OECD കൺട്രീസ് മാത്രമാണ് അനക്സ് 2 വരുന്നത്.
സോ OECD കൺട്രീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി ഡെവലപ്ഡ് ആയിട്ടുള്ള കൺട്രീസ് ആണ്. സോ ദേ ക്യാൻ പ്രൊവൈഡ് ഫിനാൻഷ്യൽ എയ്ഡ് ആൻഡ് ടെക്നോളജിക്കൽ ട്രാൻസ്ഫർ ടു ഡെവലപ്പിംഗ് കൺട്രീസ് അല്ലേ. ഇനി നോൺ അനെക്സ് 1 എന്ന് പറയുന്നത് ഡെവലപ്പിംഗ് കൺട്രീസ് ആണ്, അതായത് നമ്മളെ പോലുള്ള ഇന്ത്യ പോലുള്ള ഡെവലപ്പിംഗ് കൺട്രീസ് ആണ് നോൺ അനെക്സ് 1 വരിക. സോ ദേ ഡോണ്ട് ഹാവ് എനി ബൈൻഡിങ് എമിഷൻ റിഡക്ഷൻ ടാർഗറ്റ്സ്. ഇനി അനെക്സ് എ എന്ന് പറയുന്നത് ഒരു എന്താണ് നമ്മുടെ ഗ്രീൻ ഹൗസ് ഗ്യാസസിന്റെ ലിസ്റ്റ് പറയുന്ന കാറ്റഗറിയാണ് അനക്സ് എ എന്ന് പറയുന്നത്. സോ മേജർലി 6 ഗ്രീൻ ഹൗസ് ഗ്യാസസിനെ കുറിച്ചിട്ട് എൻലിസ്റ്റ് ചെയ്യുന്നുണ്ട്. കാർബൺ ഡൈ ഓക്സൈഡ്, മീഥേൻ, നൈട്രസ് ഓക്സൈഡ്, ഹൈഡ്രോ ഫ്ലൂറോ കാർബൺസ്, ഫ്ലൂറോ കാർബൺസ് ആൻഡ് ഓൾസോ ദ സൾഫർ ഹെക്സാ ഫ്ലൂറൈഡ്. ഇനി അനക്സ് ബി എന്ന് പറയുന്നത് നമ്മുടെ ഡെവലപ്ഡ് കൺട്രീസിന്റെ കമ്മിറ്റ്മെന്റ് പീരീഡ്സിനെ മെൻഷൻ ചെയ്യുന്നതാണ് അനക്സ് ബിയിൽ പറയുന്നത്. നെക്സ്റ്റ് ഇസ് അബൌട്ട് ദ ക്യോട്ടോ മെക്കാനിസം. സോ ക്യോട്ടോ മെക്കാനിസം 3 മേജർ ആയിട്ടുള്ള ക്യോട്ടോ ഫ്ലെക്സിബിലിറ്റി മെക്കാനിസം വരുന്നുണ്ട്. ഫസ്റ്റ് വൺ ഈസ് ഇന്റർനാഷണൽ എമിഷൻ ട്രേഡിംഗ്. ഇന്റർനാഷണൽ എമിഷൻ ട്രേഡിംഗ് എന്ന് പറയുമ്പോൾ ട്രേഡിങ്ങിന്റെ കാര്യം പോലെ വെക്കുക. ട്രേഡിംഗ് എന്ന് പറയുന്നത് ബൈയിങ് ആൻഡ് സെല്ലിംഗ് ആണ് നമ്മുടെ ട്രേഡിംഗ്. സോ എന്താണ് അവർ ബൈ ആൻഡ് സെൽ ചെയ്യുന്നത്? റിഡക്ഷൻ ക്രെഡിറ്റ്സ് ആണ്. ഓക്കെ, റിഡക്ഷൻ ക്രെഡിറ്റിന്റെ ബൈയിങ് ആൻഡ് സെല്ലിംഗ് ആണ് ഇന്റർനാഷണൽ എമിഷൻ ട്രേഡിംഗിൽ വരുന്നത്. സോ ഇറ്റ് ഈസ് എക്സ്പ്രസ്ഡ് ഇൻ അസൈൻഡ് എമൗണ്ട് യൂണിറ്റ് AAU. നെക്സ്റ്റ് ഈസ് ക്ലീൻ ഡെവലപ്മെന്റ് മെക്കാനിസം. ക്ലീൻ ഡെവലപ്മെന്റ് മെക്കാനിസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡെവലപ്ഡ് കൺട്രീസ് ഒരു ഡെവലപ്പിംഗ് കൺട്രിയിൽ വന്നിട്ട് എമിഷൻ റിഡക്ഷൻ പ്രോജക്റ്റിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് ക്ലീൻ ഡെവലപ്മെന്റ് മെക്കാനിസം. സോ ഇൻ റിട്ടേൺ ഡെവലപ്ഡ് കൺട്രീസ് വിൽ ഗെയിൻ ഒരു സർട്ടിഫൈഡ് എമിഷൻ റിഡക്ഷൻ സർട്ടിഫിക്കറ്റ് എയിം ചെയ്യുന്നു. സോ അതാണ് ക്ലീൻ ഡെവലപ്മെന്റ് മെക്കാനിസത്തിൽ പറയുന്നത്. നെക്സ്റ്റ് വൺ ഈസ് ജോയിന്റ് ഇംപ്ലിമെന്റേഷൻ. ജോയിന്റ് ഇംപ്ലിമെന്റേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡെവലപ്ഡ് കൺട്രി മറ്റൊരു ഡെവലപ്ഡ് കൺട്രിയിൽ വന്നിട്ട് എമിഷൻ റിഡക്ഷൻ പ്രോജക്റ്റ് ഇംപ്ലിമെന്റ് ചെയ്യുന്നതാണ് ജോയിന്റ് ഇംപ്ലിമെന്റേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ് അബൌട്ട് ദ പാരീസ് അഗ്രിമെന്റ്. സോ 2015 എന്താണ് അഡോപ്റ്റ് ചെയ്യും, 2016 ഫോഴ്സിൽ വരികയും ചെയ്തതാണ് പാരീസ് അഗ്രിമെന്റ്. സോ ഇറ്റ് വാസ് അണ്ടർ UNFCCC. സോ അതിന്റെ മേജർ എയിം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്ലോബൽ ആവറേജ് ടെമ്പറേച്ചർ 1.5 ലിമിറ്റിന് താഴെ എന്താണ് കീപ്പ് ചെയ്യുക അല്ലെങ്കിൽ വെക്കുക എന്നുള്ളതായിരുന്നു പാരീസ് അഗ്രിമെന്റിന്റെ മേജർ എയിം എന്ന് വെച്ച് കഴിഞ്ഞാൽ. പിന്നെ ഹെഡ് ക്വാർട്ടേഴ്സ് പറയുമ്പോൾ ന്യൂയോർക്കിലാണ് പാരീസ് അഗ്രിമെന്റ് ഹെഡ് ക്വാർട്ടർ വരുന്നത്. നെക്സ്റ്റ് ഇസ് അബൌട്ട് ഇന്ത്യൻ നാഷണലി ഡിറ്റർമൈൻഡ് കോൺട്രിബ്യൂഷൻ. ഇന്ത്യയുടെ ഭാഗത്തു നിന്നുള്ള ക്ലൈമറ്റ് ചേഞ്ചിനെ മിറ്റിഗേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഇന്ത്യയുടെ ഭാഗത്തു നിന്നുള്ള കമ്മിറ്റ്മെന്റ്സ് ആണ് ഇന്ത്യൻ നാഷണലി ഡിറ്റർമൈൻഡ് കോൺട്രിബ്യൂഷനിൽ പറയുന്നത്. സോ ഇതിൽ ഇന്ത്യയുടെ കാര്യമാണ് നമ്മൾ പറയുന്നത്. സോ അക്കോർഡിംഗ്ലി എന്താണ് ഇന്ത്യ ഒരു 33% ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻ കുറച്ചോളാം എന്ന് പറഞ്ഞിട്ടുണ്ട് 2030 ആകുമ്പോഴത്തേക്കും. പിന്നെ അതുപോലെ തന്നെ പവർ പ്രൊഡക്ഷൻ 175 ഗിഗാവാട്ടിലേക്ക് എന്താണ് ഇൻക്രീസ് ചെയ്യുക. അതുപോലെ തന്നെ ഫോറസ്റ്റ് കവർ 5 മില്യൺ ഹെക്ടറിലേക്ക് ആക്കുക. പിന്നെ അതുപോലെ തന്നെ 40% ഇലക്ട്രിസിറ്റി പ്രൊഡക്ഷൻ നോൺ ഫോസിൽ ഫ്യൂൽസ് ആക്കുക എന്നുള്ളതൊക്കെയായിരുന്നു ഇന്ത്യയുടെ മേജർ എയിംസ്. നെക്സ്റ്റ് ഇസ് അബൌട്ട് UNCCD, അതായത് യുണൈറ്റഡ് നേഷൻ കൺവെൻഷൻ ടു കോമ്പാക്ട് ഡെസർട്ടിഫിക്കേഷൻ അഡോപ്റ്റ് ചെയ്തത് 1994 ഫോഴ്സിലേക്ക് വന്നത് 1996. സോ ഇറ്റ് ഈസ് ആൻ ഇന്റർനാഷണൽ എഗ്രിമെന്റ് ടു കോമ്പാക്ട് എന്താണ് ഡെസർട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ ലാൻഡ് ഡിഗ്രഡേഷൻ, ഡ്രൗട്ടിനെ ഒക്കെ കോമ്പാക്ട് ചെയ്യുക എന്നുള്ളതായിരുന്നു UNCCDയുടെ എന്താണ് മേജർ ഗോൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇസ് അബൌട്ട് ഇന്റർനാഷണൽ സോളാർ അലയൻസ്. ഇന്ത്യയും ഫ്രാൻസും കൂടെ ചേർന്നിട്ട് ഫൗണ്ട് ചെയ്തിട്ടുള്ള ഒരു ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ആണ് ഇന്റർനാഷണൽ സോളാർ അലയൻസ് ഫോർ പ്രൊമോട്ടിംഗ് ദ സോളാർ എനർജി ഗ്ലോബലി. സോ ഇത് ഫോഴ്സിലേക്ക് വന്നത് 2016 ആൻഡ് അതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് ഗുരുഗ്രാം ഹരിയാനയിലാണ്. നെക്സ്റ്റ് ഈസ് ഇന്ത്യസ് കമ്മിറ്റ്മെന്റ് ടു എന്താണ് ഇന്റർനാഷണൽ സോളാർ അലയൻസ് നമ്മൾ പറഞ്ഞു. അതായത് 5 acres ഓഫ് ലാൻഡ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോളാർ എനർജി ക്യാമ്പസിന് വേണ്ടിയിട്ട് ഇന്ത്യ വിട്ടുകൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ട്രെയിനിങ്ങും സപ്പോർട്ടും കാര്യങ്ങളും ഇന്ത്യ ഓഫർ ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ 1 trillion ഇൻവെസ്റ്റ്മെന്റും ഇന്ത്യ ഓഫർ ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ഇസ് അബൌട്ട് ദ റംസാർ കൺവെൻഷൻ ഓൺ വെറ്റ്ലാൻഡ്. സോ റംസാർ കൺവെൻഷൻ എന്ന് പറയുന്നത് കൺസർവിംഗ് ആൻഡ് സസ്റ്റൈനബിളി യൂസിംഗ് ദ വെറ്റ്ലാൻഡ്സിന് വേണ്ടിയിട്ട് ഇന്റർനാഷണൽ ട്രീറ്റി ആണ്. സോ ഇറ്റ് വാസ് സൈൻഡ് ഇൻ 1971 ഇൻ റംസാർ ആൻഡ് കെയിം ഇൻ ടു ഫോഴ്സ് ഇൻ 1975 ആണ്. സോ അതിന്റെ മേജർ 3 പില്ലേഴ്സ് പറയുന്നത് ഫസ്റ്റ് വൺ ഈസ് വൈസ് യൂസ് ഓഫ് വെറ്റ്ലാൻഡ്, സെക്കൻഡ് വൺ ഈസ് ഡെസിഗ്നേഷൻ ഓഫ് വെറ്റ്ലാൻഡ്സ് ഓഫ് ഇന്റർനാഷണൽ ഇമ്പോർട്ടൻസ്, തേർഡ് വൺ ഈസ് ഇന്റർനാഷണൽ കോപ്പറേഷൻ ഓൺ ട്രാൻസ്ബൗണ്ടറി വെറ്റ്ലാൻഡ് ആൻഡ് shared wetland system. Next is about the CITES, that is Convention on International Trade in Endangered Species of Wild Fauna and Flora, which was signed in 1973 and came into force in 1975. At major aims to prevent the overexploitation and illegal trade, അതുപോലെ തന്നെ promote the sustainable use of wildlife resources and also for encouraging the conservation effort.
സോ ആസ് പെർ സൈറ്റ്സ് സ്പീഷീസിനെ കാറ്റഗറൈസ് ചെയ്തേക്കുന്നതാണ് അപ്പൻഡിക്സ് 1, അപ്പൻഡിക്സ് 2, അപ്പൻഡിക്സ് 3. അപ്പൻഡിക്സ് 1 ത്രെറ്റൻഡ് ആയിട്ടുള്ള സ്പീഷീസ് വിത്ത് എന്താണ് നിയർലി എക്സ്റ്റൻഷൻ ഫേസ് ചെയ്യുന്ന സ്പീഷീസ് ആണ് അപ്പൻഡിക്സ് 1 വരിക. അപ്പൻഡിക്സ് 2 എന്ന് പറയുമ്പോൾ ത്രെറ്റൻഡ് സ്പീഷീസ് ആണ്. സോ ട്രേഡ് കൺട്രോൾ ചെയ്തില്ലെങ്കിൽ നിയർലി ഇറ്റ് വിൽ അണ്ടർഗോ എക്സ്റ്റിങ്ഷൻ. ആൻഡ് അപ്പൻഡിക്സ് 3 പ്രൊട്ടക്റ്റഡ് സ്പീഷീസ് ഓഫ് ഡൊമസ്റ്റിക് ലെജിസ്ലേഷൻ ആണ് വരിക. ആൻഡ് IPCC എന്ന് പറയുന്നത് ഒരു ഇന്റർ ഗവൺമെന്റൽ ബോഡിയാണ് വിച്ച് വാസ് ഫോംഡ് ഇൻ 1988. So their major task is to publish or review or assess the scientific technique എന്താണ് ക്ലൈമറ്റ് ചേഞ്ചിനെ റിലേറ്റഡ് ആയിട്ടുള്ള റിസർച്ച് കാര്യങ്ങളൊക്കെ പബ്ലിഷ് ചെയ്യുക, മോണിറ്റർ ചെയ്യുക, അസസ് ചെയ്യുക എന്നുള്ളതായിരുന്നു IPCCയുടെ മേജർ ഫോക്കസ് എന്ന് പറയുന്ന. ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് ജനീവ, സ്വിറ്റ്സർലൻഡ് ആണ്. നെക്സ്റ്റ് ഇസ് അബൌട്ട് ദ സ്റ്റോക്ക്ഹോം കൺവെൻഷൻ ഓൺ പെർസിസ്റ്റന്റ് ഓർഗാനിക് പൊല്യൂട്ടന്റ്. സോ പെർസിസ്റ്റന്റ് ഓർഗാനിക് പൊല്യൂട്ടന്റിനെ എലിമിനേറ്റ് ചെയ്യുക അല്ലെങ്കിൽ അതിന്റെ റിലീസ് റെഡ്യൂസ് ചെയ്യുക എന്നുള്ള ഒരു എയിം ആയിട്ട് കൊണ്ടുവന്നിട്ടുള്ള കൺവെൻഷൻ ആണ് സ്റ്റോക്ക്ഹോം കൺവെൻഷൻ. സോ ഇറ്റ് വാസ് അഡോപ്റ്റഡ് ഇൻ 2001 ആൻഡ് കെയിം ഇൻ ടു ഫോഴ്സ് ഇൻ 2004. Next is about the Basel Convention, which focus on transboundary movement of hazardous waste and their disposal. And it was adopted in 1989 and entered into force in 1992. So their major objective in reducing the generation of hazardous waste, to promote the environmentally sound management of hazardous waste, and also to restrict the transboundary movement of hazardous wastes. Next one is National Action Plan on Climate Change, which was launched in 2008 for addressing the climate change through both adaptation and mitigation. So accordingly, it was having 8 national missions. So 8 national missions were National Solar Mission, National Mission on Sustainable Habitat, National Mission for Sustaining the Himalayan Ecosystem, National Mission for Enhanced Energy Efficiency, National Water Mission, National Mission on Strategic Knowledge for Climate Change, National Mission for a Green India, and National Mission for a Sustainable Agriculture. Okay. Clear അല്ലേ? ഡൗട്ട് ഉണ്ടോ? ഓക്കെ, എന്നാ വേഗം ഇതിന് ഉത്തരം പറഞ്ഞു. ഓപ്ഷൻ എ ആണല്ലേ, കിഗാലി അമെൻമെന്റ്. യെസ്, വെരി ഗുഡ്. കിഗാലി അമെൻമെന്റ് 2016 ലേറ്റസ്റ്റ് അമെൻമെന്റ് എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ ഉത്തരം പറഞ്ഞോളൂ. UNFCCC. യെസ്, എർത്ത് സബ്മിറ്റിന്റെ ഔട്ട്കം ആയിരുന്നു UNFCCC. ഇനി ക്യോട്ടോ പ്രോട്ടോകോൾ ഇൻ 1997 വാസ് അബൌട്ട് ടു, എന്തായിരുന്നു അതിന്റെ മേജർ എയിം? യെസ്, reduction in greenhouse gas emission. And next question. Most of the countries in International Solar Alliance lie above the Tropic of Cancer, below the Tropic of Cancer, between Tropic of Cancer and Capricorn in the Southern Hemisphere. Yes. Option C is the right answer. Next one. United Nations Conference on Environment and Development that was held in 1992 at Rio de Janeiro is also known as? Yes. Option C, Earth Summit. Okay. So well done, guys. നിങ്ങൾ എല്ലാവരും എല്ലാം ശരിയാക്കിയിരിക്കുന്നു. നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു എന്ത്? നിങ്ങൾക്കൊന്നും ലഭിച്ചിരിക്കുന്നില്ല. സന്തോഷവും സമാധാനവും കോൺഫിഡൻസും. അതെ, പൂക്കുറ്റി. എല്ലാവരും വേണമെങ്കിൽ 1 മിനിറ്റ് എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചോ നിങ്ങൾക്ക് വേണ്ടി തന്നെ. വെൽ ഡൺ, വെൽ ഡൺ ഗൈസ്, വെൽ ഡൺ. സോ നമ്മുടെ ഗ്ലോബൽ എൻവയോൺമെന്റൽ എഫേർട്സ്, ലോ കാര്യങ്ങളൊക്കെ നമ്മളിവിടെ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. എല്ലാവർക്കും ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് വൈൻഡ് ചെയ്യാല്ലേ, വൈൻഡ് അപ്പ് ചെയ്യാല്ലേ?
താങ്ക് യു. താങ്ക് യു ഓൾ. അപ്പൊ എല്ലാവരും പോയി നന്നായിരുന്നു പഠിച്ചോളൂ. താങ്ക് യു ഓൾ. താങ്ക് യു ഫോർ യുവർ കോപ്പറേഷൻ. അപ്പൊ ചാച്ച ബൈ ബൈ, സി യു. ലീവ് ചെയ്തോളൂ കേട്ടോ.